ഇടുപ്പിന്ന് ഇങ്ങനെ എടുത്തിങ്ങനെ ആദ്യത്തെ വെട്ടിയപ്പോഴേ എൻ്റെ വീഴ്ത്തിപ്പിടുത്ത സാരിയിലെ തുമ്പ് ഉടക്കി അങ്ങ് പോയി. രണ്ടാമത് വെട്ടിയപ്പോഴേ അതും ഈ അടുത്ത സാരി തുന്നിക്കൊണ്ടങ്ങ് പോയി കീറി. മൂന്നാമത്തെ വെട്ടി ഞാൻ ഇങ്ങോട്ട് മാറിയ സമയത്തായിരുന്നു കഴുത്തിനാണ് ഈ മൂന്നാമത്തെ വെട്ടിയതെങ്കിലും പക്ഷെ അത് മൂക്കാണ് ചേന്തിങ്ങ് പോയത്. 5 വർഷം കൊണ്ട് പ്രത്യാണ് താമസിക്കുന്നത്. അവൻ ഉപദ്രവിച്ചിട്ട് അതോടെ അവൻ ഓടി ഒളിക്കും, എവിടെയെങ്കിലും പോയി ഒളിക്കും. മൂക്കിന് 12 സ്റ്റിച്ച്. 12. എനിക്ക് ആഹാരമൊന്നും കഴിക്കാൻ എനിക്ക് ഈ ഫ്രണ്ട് നിരയിലെ പല്ല് മൊത്തം വേദന. പിന്നെ ഇപ്പൊ ഒന്ന് കഴിക്കാൻ വയ്യ. അവനെ കാണുമ്പോഴേ പേടിയാവും, ഭയങ്കര ഉപദ്രവം. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോടതി ഉത്തരവിനെ ലംഘിച്ച് ഭർത്താവ് ഭാര്യയുടെ കഴുത്തിന് വെട്ടാൻ ശ്രമിച്ചത് മൂക്കിലേക്ക് കൊണ്ടു, മൂക്ക് അറ്റു തൂങ്ങി. നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം, ചേച്ചി എന്താ ഉണ്ടായത്? ഞാനും എൻ്റെ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലേ? ഞാനും എൻ്റെ ഇളയ മോളും പിന്നെ അപ്പുറത്തൊരു കുട്ടിയും കൂടെയാണ് ഒരു മരണ വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് റോഡിലോട്ട് കയറിയ സമയത്ത് ഈ ഭർത്താവ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് നേരെ ആയുധമായിട്ട് പ്രതികരിക്കുമെന്ന് അറിയാം. കാരണം വെച്ചാൽ ഞങ്ങൾ കോടതിയിൽ ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് തർക്കമൊന്നും ഉപദ്രവവും അങ്ങോട്ടും ഉണ്ടാവില്ല ഇങ്ങോട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഈ പുള്ളിക്കാരെ എന്നെ ഉപദ്രവിക്കുക എന്നുള്ളൊരു ഇതില്ലായിരുന്നു. ഞങ്ങൾ മരണ വീട്ടിൽ പോയിട്ട് മരണം കണ്ടിട്ട് ഇങ്ങ് കയറി വന്നപ്പോഴാണ് എനിക്ക് നേരെ ഇങ്ങനെ വന്നെങ്കിൽ എന്നെ ഉപദ്രവിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയില്ല. പക്ഷേ എന്നെ എന്തൊന്നും ചെയ്തെന്നോ എനിക്ക് പോലും അറിഞ്ഞൂടാ. കാരണം വെച്ചാൽ എനിക്ക് നേരെ 2 വെട്ടിയായിരുന്നു. ആദ്യത്തെ വെട്ട് എൻ്റെ പള്ളക്ക് കത്തിയ ഇടുപ്പിന്ന് എടുക്കണമെന്ന് ഞാൻ കണ്ടില്ല. പക്ഷേ ഈ പറയുന്ന വ്യക്തി കയ്യിൽ ആയുധം കൊണ്ടാണ് നടക്കുന്നത്. സ്ഥിരം ആയുധം കൊണ്ട് നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അടുത്ത് വെച്ച് ഈ ഇടുപ്പിന്ന് ഇങ്ങനെ എടുത്തിങ്ങനെ ആദ്യത്തെ വെട്ടിയപ്പോഴേ എൻ്റെ വീഴ്ത്തിപ്പിടുത്ത സാരിയിലെ തുമ്പ് ഉടക്കി അങ്ങ് പോയി. രണ്ടാമത് വെട്ടിയപ്പോഴേ അതും ഈ അടുത്ത സാരി തുന്നിക്കൊണ്ടങ്ങ് പോയി കീറി. മൂന്നാമത്തെ വെട്ടി ഞാൻ ഇങ്ങോട്ട് മാറിയ സമയത്തായിരുന്നു കഴുത്തിനാണ് ഈ മൂന്നാമത്തെ വെട്ടിയതെങ്കിലും പക്ഷെ അത് മൂക്കാണ് ചേന്തിങ്ങ് പോയത്. മൂക്കെന്ന് പറയാൻ എനിക്ക് അപ്പോഴൊന്നും അറിയില്ല, അങ്ങ് ബ്ലഡ് കൊണ്ട് ഇതെല്ലാം കൂടെ അറ്റ് തൂങ്ങി ഇങ്ങി കിടന്നായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് അപ്പോഴീ ബ്ലഡ് കണ്ടപ്പോഴാണ് എല്ലാവരും ഓടി അടുത്തത്. പക്ഷെ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പോയെങ്കിലും ആരും ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ ചെയ്യും. പേരെന്താണ്? അനിൽകുമാർ, അനിൽക്കുട്ടൻ എന്നാണ് നാട്ടറിവ്. പക്ഷെ അനിൽകുമാർ എന്നാണ്. നിങ്ങളുടെ പേരോ? എൻ്റെ പേര് സുധ. പിന്നെ നമ്മൾ 5 വർഷം കൊണ്ട് പ്രത്യാണ് താമസിക്കുന്നത്. എന്താണ് നിങ്ങൾ ഇങ്ങനെ വേർതിരിഞ്ഞ് മാറി നിൽക്കാനുള്ള കാരണം എന്താണ്? വേർതിരിച്ച് കഴിക്കാനുള്ള നിരന്തരം ഈ മദ്യപാനവും എന്നെയും പിള്ളേരെയും ഉപദ്രവവും അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് സഹോദര തൊഴിൽ എന്താണ്? ഞാനിപ്പോ ഈ 5 വർഷത്തിന് ശേഷം വന്ന് ഒരു വീട്ടിൽ ജോലിക്ക് പോയാണ്. ഉപജീവന വീട്ടുജോലി തന്നെയാണ്. ഉപജീവന വീട്ടു ജോലിയാണ്. പിന്നെ പോയിട്ട് വന്ന ശേഷം ഇപ്പം 2 മക്കളെ അയച്ചെങ്കിലും ഈ രണ്ടാമത്തെ മോളെ കല്യാണം കഴിച്ചപ്പോഴും ഞാൻ പറഞ്ഞതൊന്നുമില്ല. ഞാൻ സ്വന്തമായിട്ട് തന്നെ അയക്കുകയൊക്കെ ചെയ്ത്. പിന്നെ ഒരു മോള് പഠിക്കുന്നുണ്ട്. ഒരു കാരണമില്ലാതെ കയ്യിലിരുന്ന ആയുധം കൊണ്ടങ്ങ് വെട്ടി. മുൻവൈരായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഉപദ്രവിച്ച് ഞങ്ങൾ അതോടെ കേസൊക്കെ കൊടുത്ത് ഞങ്ങൾ പിണങ്ങി. അമ്മയും എൻ്റെ കൂടെയാണ് ഈ 3 മക്കളും. അപ്പം ആ ഒരു വൈരാഗ്യം എപ്പോഴും ഉള്ളിലുണ്ട്. മക്കളെ 3 എൻ്റെ കൂടെയാണെന്നുള്ള ഒരു ദേഷ്യമുണ്ട് എപ്പോഴും. അങ്ങനെ ആ ഒരു ഇതേ ഉള്ളു, അല്ലാതെ ഒന്നുമില്ല. പിന്നെ ഇതിന് മുമ്പും ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യാനായിട്ട് തുനിഞ്ഞിട്ടുണ്ടോ അനിൽകുമാർ? ഉണ്ട്. മുന്നേ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇതുപോലെ ഒരു കൈത വെട്ടണ ഒരു വാളെടുത്ത് ഇങ്ങനെ വീശിയപ്പോ എൻ്റെ തുണി മാത്രമേ തുന്നിക്കൊണ്ട് പൊയ്യോളായിരുന്നു. അന്ന് ശരീരത്തെ ഇല്ല, തുണി മാത്രം തുന്നിക്കൊണ്ട് പോയി. എന്നിട്ടും ഞാനന്ന് വലിയ ഇതൊന്നും ആക്കിയില്ല. അന്നും ഇന്നും നല്ല ഉപദ്രവം തന്നെ. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലേ? ഇല്ല, മദ്യപിച്ചുകൊണ്ട് വന്ന് ഉപദ്രവം തന്നെ അന്നും ഇത് തന്നെ. പിന്നെ ഞങ്ങളിപ്പോ പിണങ്ങാൻ തന്നെ പിന്നെ നിരന്തരം ഇങ്ങനെ ഞങ്ങളെയും കുട്ടികളെയും ആ വീട്ടിൽ പോലും കിടക്കാൻ സമ്മതിക്കാതെ സന്ധ്യാകുമ്പോൾ ഞങ്ങളെ മദ്യപിച്ചിട്ട് വന്ന് ഞങ്ങൾ അങ്ങ് പുറത്ത് നമ്മൾ മറ്റുള്ള വീടുകളിലാണ്. നമ്മൾ 3-4 ദിവസം ഒരുപാട് ദിവസം ഞങ്ങൾ മറ്റുള്ള വീടുകളിലാണ് രാത്രി കാലങ്ങളിൽ കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ ആയപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ളവർ പറഞ്ഞ് നിങ്ങൾ എന്നും വന്ന് നിങ്ങളിങ്ങനെ ഞങ്ങളെ കൊണ്ട് നിങ്ങളെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തോന്നൊക്കെ ചെയ്യുന്നു. ഭർത്താവിന്റെ കുൽസിത പ്രവർത്തനം കാരണം എത്ര തയ്യലുണ്ട് മൂക്കിന്? മൂക്കിന് 12 സ്റ്റിച്ച്. 12. എനിക്ക് ആഹാരമൊന്നും കഴിക്കാൻ എനിക്ക് ഈ ഫ്രണ്ട് നിരയിലെ പല്ല് മൊത്തം വേദന. പിന്നെ ഇപ്പം ഒന്ന് കഴിക്കാൻ വയ്യ. കൊച്ചുങ്ങൾ പൊടിയരി കഞ്ഞിയോ ജ്യൂസോ ഒക്കെ തരും.
അത് കുടിച്ചോണ്ടാണ് ഇരിക്കുന്നത്. എവിടെയാ ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുന്നത്? എവിടെയാ? മെഡിക്കൽ കോളേജ്. ഡോക്ടർ ഇപ്പൊ എന്താ പറയുന്നത്? ഡോക്ടർ പറഞ്ഞത് അന്ന് ഈ ഇത്രയും സ്റ്റിച്ച് ഇട്ടിട്ട് കൈക്കും പരിക്കണമെന്ന് തോന്നുന്നു അല്ലേ? കൈക്കും വെട്ടേറ്റ് ശരിക്കും പറഞ്ഞാൽ കഴുത്തിലേക്ക് വെട്ടിയതാണ് തെന്നി മാറി മൂക്കിൽ കൊണ്ടത്. മൂക്കിൽ കൊണ്ട അങ്ങനെയാണ് മൂക്കിൽ കൊണ്ടത്. പിന്നെ അപ്പോഴും എന്റെ ഈ ഇത്രയും സ്റ്റിച്ച് ഇട്ടപ്പോ എന്നോട് പറഞ്ഞു അകത്തുകൂടി 2 സ്റ്റിച്ച് വേണമെന്ന് പറഞ്ഞു. അപ്പൊ തുന്നി മാറി അല്ലേ? മൊത്തം വിട്ടങ്ങ് പോയി, ഇങ്ങനെ വിട്ട് തൂങ്ങി കിടക്കുകയായിരുന്നു. അപ്പൊ ഈ അകത്തൂടെ സ്റ്റിച്ച് 2 വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇനി വേദന സഹിക്കാൻ വയ്യ, ആ സ്റ്റിച്ച് ഇടണ്ടെന്ന് പറഞ്ഞു. പക്ഷെ 2-3 ദിവസം വരെ ഇവിടെ ബ്ലഡ് സംസാരിക്കുമെങ്കിൽ ബ്ലഡ് ഇങ്ങനെ എടുക്കുമായിരുന്നു. ഇന്ന് 2 ദിവസം കൊണ്ട് ഇച്ചിരി കുറവുണ്ട്. ഈ ക്രൂരകൃത്യം ചെയ്ത് നിങ്ങളുടെ ഭർത്താവ് അനിൽകുമാർ തിരികെ വന്നാൽ സ്വീകരിക്കൂ? അയ്യോ ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്കിനി വേണ്ട. വെറുത്തു അല്ലേ? എനിക്കിനി അല്ലെങ്കിലും തന്നെ ഈ 5 വർഷത്തിന് അതിന് മുന്നേ ഒരുപാട് പേര് പറഞ്ഞെങ്കിലും, മെമ്പർ സഹിതം പറഞ്ഞെങ്കിലും, ഈ നമ്മളെ വാർഡ് മെമ്പർ എപ്പോഴെപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്, ചേച്ചി സ്വരൂപിച്ച് പൊയ്ക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് താല്പര്യമില്ല. 4 ദിവസം മുമ്പ് സംഭവിച്ച ഈ ഒരു ക്രൂരകൃത്യം എന്തുകൊണ്ടാണ് പോത്തൻകോട് പോലീസ് നിങ്ങളുടെ ഭർത്താവ് അനിൽകുമാറിനെ പിടികിട്ടാത്തത് ഇപ്പോ, അല്ലെങ്കിൽ പിടിക്കാത്തത്? അതിനെ കുറിച്ച് അറിഞ്ഞൂടാ. എന്തായാലും ആള് ഒളിവിലാണല്ലോ ഇപ്പൊ. ഒളിവിലാണ്. ഇതുപോലെ ഒരുപാട് കൃത്യങ്ങൾ മുമ്പും ചെയ്തിട്ട് ഇതുപോലെ പിടിക്കാതെ പുള്ളി ഒഴിഞ്ഞു മാറിപ്പോയിട്ടുണ്ട്. ഒരുപാട് കൃത്യങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ സ്വാധീനം വല്ലതും ഉണ്ടോ? അതൊന്നും അറിയത്തില്ല. ഒളിവിലാണ്. അത് മാത്രമേ അറിയാവൂ. പോത്തൻകോട് പോലീസ് ഇപ്പൊ എന്താ പറയുന്നത്? അവര് എല്ലാം നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറയുന്നതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം തിരക്കി. അവര് പിന്നെ എവിടെയെങ്കിലും നിങ്ങളുടെ അറിവിൽ എവിടെന്നെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ അറിയിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് പറ്റിയതുപോലത്തെ സംഭവം ഇനി വേറെ ഒരു സ്ത്രീകൾക്കും ഉണ്ടാവാതിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇതുപോലെയുള്ള എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ അനിൽകുമാറിനെ എനിക്ക് വെറുപ്പാണ്. ഇതുപോലെയുള്ള ശരിക്കും പറഞ്ഞാൽ ഭർത്താവിന്റെ പേര് പറയുമ്പോൾ അറപ്പം വെറുപ്പാണല്ലേ? ശരി തന്നെ, എനിക്ക് അറപ്പും വെറുപ്പുമാണ് ഈ പേര് പറയാൻ തന്നെ. പേടിയുമാണ്, നല്ല പേടിയുമാണ്. ജയിലിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങളെ കൊല്ലുമെന്നുള്ള ഭീഷണിയുണ്ടോ? ഭീഷണിയുണ്ട്. നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടല്ലേ? അത് മുമ്പൊരു സ്ത്രീയെ ഇത് എനിക്ക് എന്നെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഒരു സ്ത്രീയായിട്ട് വിവാഹം കഴിച്ചായിരുന്നു. അന്ന് ആ സ്ത്രീയെ ഇതുപോലെ കുത്തും എന്ന് പറഞ്ഞെങ്കിലും അപ്പൊ ആ സ്ത്രീ പോലീസ് സ്റ്റേഷൻ സാറേ എന്നെ കുത്തും എന്ന് പറഞ്ഞത് കൊണ്ട് കറക്റ്റായിട്ട് ആ സ്ത്രീയെ കുത്തി. പറഞ്ഞ ചെയ്യും. കൂറുള്ള ആളാണ്. ഈ കാണുന്ന എല്ലാം സ്റ്റിച്ചുകളാണല്ലേ മൊത്തം? നമുക്ക് എണ്ണാൻ പറ്റും. 12 സ്റ്റിച്ച് ഉണ്ട്. പോത്തൻകോട് കുന്നുകാട് സ്വദേശി 49-കാരി സുധയാണ് ഭർത്താവ് അനിൽകുമാർ അതിക്രൂരമായി കഴുത്തിലേക്ക് ലക്ഷ്യം വെച്ച സാഹചര്യത്തിൽ അത് തെന്നിമാറിക്കൊണ്ടത് മൂക്കിലാണ്. എന്നാൽ മൂക്ക് അറ്റുവീഴുകയും 12ഓളം തുന്നലിന്റെ സഹായത്തിൽ ഇപ്പോൾ ആ മൂക്ക് തുന്നി പിടിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സുധയെ അതിക്രൂരമായി ഛന്നം ഭിന്നം വെട്ടിയതിനു ശേഷം അനിൽകുമാർ ഒളിവിൽ പോയി. എന്നാൽ അനിൽകുമാറിനെതിരെ വധശ്രമത്തിന് പോത്തൻകോട് പോലീസ് കേസെടുത്തുവെങ്കിലും 72 മണിക്കൂർ പിന്നിട്ടിട്ടും ഈ നിമിഷം വരെ പോത്തൻകോട് പോലീസിന് അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കൊല്ലണം എന്നൊരൊറ്റ ഉദ്ദേശം കൊണ്ട് തന്നെയാണ് അനിൽകുമാർ കത്തിയെടുത്ത് കഴുത്തിലേക്ക് വീശിയത്. എന്നാൽ തെന്നിമാറി മൂക്കിൽ കൊള്ളുകയും മൂക്ക് അറ്റു തൂങ്ങുകയും ചെയ്തു. സംഭവം നടന്നിട്ട് ഇന്നേക്ക് 4 ദിവസം പിന്നിട്ടിട്ടും പോത്തൻകോട് പോലീസ് അനിൽകുമാറിനെതിരെ വധശ്രമത്തിന് കേസ് എടുക്കുകയും ചെയ്തു. ഈ നിമിഷം വരെ പോത്തൻകോട് പോലീസ് പ്രതിയായ അനിൽകുമാറിനെ തേടി പിടിച്ചിട്ടില്ല. അത് പോത്തൻകോട് പോലീസിന്റെ ബലഹീനതയെ ചൂണ്ടിക്കാണിക്കുന്നു. സുധ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചതിന്റെ പിന്നിൽ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ നിലനിൽക്കുകയാണ് ഭർത്താവ് അനിൽകുമാർ ഇത്തരം ക്രൂരകൃത്യം ഒരു മരണാന്തര ചടങ്ങിൽ വെച്ച് സുധയെ വെട്ടി പരിക്കേൽപ്പിച്ചത്. 2019 ശേഷം ഇരുവരും പിരിഞ്ഞു ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ സുധ ഇപ്പോൾ മെഡിക്കൽ കോളേജിലും അതേപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ചികിത്സ എടുത്തുവെങ്കിലും ഇതുവരെ മൂക്ക് നേരെ ഒന്ന് ശ്വസിക്കുവാനോ ഒന്ന് ഉമിനീര് എടുക്കുവാനോ അല്ലെങ്കിൽ ഉമിനീര് ഇറക്കുവാനോ പറ്റാത്ത സാഹചര്യത്തിലാണ് സുധ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സുധയുടെ അമ്മ മലയാളി വാർത്തയോടൊപ്പം ചേരുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? വധഭീഷണി ഉണ്ടോ? അവന് വധഭീഷണിയുണ്ട്. എൻ്റെ മൂത്ത മകന് കുറുന്തടിയുണ്ട്, തലയ്ക്ക് അടിച്ചു കൊണ്ട് മുമ്പും 12 കുത്തിക്കെട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ കണ്ടാലേ ഇങ്ങനെ ഉപദ്രവിച്ച് സ്റ്റിച്ച് ആൾക്കാരെ കൊണ്ട് ഇടിപ്പിക്കുന്നതും ഡോക്ടറെ ഇടിപ്പിക്കുന്നതും സ്ഥിരം പരിപാടി തന്നെയാണ്. അവൻ ഉപദ്രവിച്ചിട്ട് അതോടെ അവൻ ഓടി ഒളിക്കും, എവിടെയെങ്കിലും പോയി ഒളിക്കും. കിട്ടൂല പോലീസിന് ഒരിക്കലും. ഇതുവരെ കിട്ടിയിട്ടില്ല. 10-21 കേസ് അവന്റെ പേരിലുണ്ട്. ഇതുവരെ ഹാജരുമായിട്ടില്ല, ഒത്തുതീർക്കാനും പോയിട്ടില്ല. അവനെ കാണുമ്പോഴേ പേടിയാവും, ഭയങ്കര ഉപദ്രവം. അവന് അങ്ങനത്തെ ഒരു ഇതാണ്, സംശയരോഗമുണ്ട്. അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ടോ? എന്നെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല, ചീത്ത വിളിച്ചിട്ടുണ്ട് ശരിക്കും.
എന്നെ ശരിക്കും ചീത്ത വിളിക്കും. കൊടുക്കാൻ കേട്ട് കേട്ട് സഹിയല്ലാതിരിക്കുന്നപ്പം ഞാൻ മരുവനല്ലെന്നും വിചാരിച്ച് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പൊറുതി മുട്ടിയാണ് തിരിച്ചു വിളിച്ചത്. പൊറുതി മുട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ മുഖത്തുമൊക്കെ പിന്നെ ഒരു കൈ എവിടെ മക്കളെ അവർ ഉപദ്രവിക്കണം കണ്ടുകൊണ്ട് അവർ ഓടി എൻ്റെ അടുത്ത് അവിടെ വെച്ച് ഫോൺ വിളിച്ച് പറഞ്ഞ അമ്മ ഒരു ആട്ടോ കഴിഞ്ഞ് പറഞ്ഞു വിടിയെന്ന് പറയും. ഞാൻ ആട്ടോ വിളിച്ചങ്ങ് പനമലയിൽ വിട്ട് അവർ ആട്ടോയിലൂടെ വരുന്നപ്പോൾ തന്നെ അവൻ മറുവഴിക്ക് കൂടെ വന്ന് ഈ കതവ് ചവിട്ടി തുറന്ന് ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് തള്ളി വിവഞ്ഞോട്ട്. ഭയങ്കര അക്രമമാണ്. അവനെ കാണുമ്പോഴേ പേടിയാണ്, അത്ര അക്രമമാണ്. പൊറുതി മുട്ടി. അയ്യോ അവനെ പൊറുതി മുട്ടി. ജയിലിൽ ഒരു പക്ഷേ പോലീസ് പിടിച്ച് അകത്തിട്ടാലും തിരിച്ചറിയാൻ കഴിഞ്ഞാലും നിങ്ങളെയൊക്കെ കൊല്ലുന്നുള്ള ഭീഷണിയുണ്ട്. അവന് എപ്പോഴും അതല്ലേ ഇവർ ഇത്രയും നാൾ കേസ് കൊടുക്കാത്തത്. അവരവിടെ അടിച്ചെടുത്തിട്ടിരുന്ന് പിന്നെ എവിടെ ചേട്ടത്തിയും പിന്നെ നാത്തൂരും കൂടെയാണ് ആശുപത്രി കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയത്. പിന്നെ ആരെങ്കിലും അവളെ പിടിച്ചടുപ്പിക്കുമെങ്കിൽ അവരെ വെട്ടോത്തി കൊണ്ട് പോത്തൻകോട് പേടി സ്വപ്നമാണ് അനിൽകുമാർ. അത് വെട്ടോത്തി കൊണ്ട് ഓടിക്കും. ഈ അവളെ പിടിച്ച് അണപ്പിക്കണവരെ അടിക്കേ. പിടിച്ച് അണപ്പിക്കുന്ന ആരെ അടിക്കും? അവരെ വെട്ടും, വെട്ടിട്ട് പോവും. വെട്ടാൻ വേണ്ടി ഓടിക്കും. അതാരൊന്നുമില്ല, ആരും വെട്ടും. ഭർത്താവ് അനിൽകുമാർ ഭാര്യ സുധയെ അതിക്രൂരമായി വെട്ടിക്കൊല്ലുവാൻ വേണ്ടി കരുതിക്കൂട്ടി തന്നെയാണ് ഇത്തരം ക്രൂരകൃത്യം അന്ന് അവിടെ അരങ്ങേറിയത്. സംഭവം നടന്നിട്ട് 4 ദിവസം പിന്നിട്ടിട്ടും, അതായത് പോത്തൻകോട് പോലീസ് വധശ്രമത്തിന് അനിൽകുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ പോത്തൻകോട് പോലീസ് പ്രതിയെ പിടികൂടാത്തെന്നുള്ള സംശയം ഇപ്പോൾ ഞാൻ ഉറ്റുനോക്കുന്നു. മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറാമാൻ സുരാജ് മലപ്പുറത്തിനോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ്, പോത്തൻകോട്.